ഹലോ ഗൈസ്, എന്തെല്ലാം വിശേഷം? ഞാനിപ്പോൾ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല, വേറെ ഒന്നുമല്ല, കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ വീട്ടിലായാലും ഫ്രണ്ട്സായാലും ചോദിക്കാറുണ്ട്, എന്താ ചെയ്യുന്നില്ല, നിർത്തിയാ മോനെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നിർത്തിയൊന്നുമില്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി, അതുകൊണ്ട് മാത്രമാണ് ചെയ്യാത്തത്. പിന്നെ ഞാനിപ്പം വന്നതെന്ന് പറഞ്ഞാൽ അത് വേറൊരു കാര്യത്തിനാണ്. ഇന്നലെ രാത്രി തന്നെ ഒരു കസ്റ്റമർ വിളിച്ചിരുന്നു. അവർ ഒരു 1 വീക്ക് മുമ്പ് എന്നെ വിളിച്ചു, ഞാൻ അവിടെ പോയി കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്തു, ഞാൻ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ അവർ ഓക്കെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ അവർ വിട്ടു. എന്നിട്ട് ഇപ്പം അവർ ഇന്നലെ രാത്രി എന്നോട് വിളിച്ചു, ബിബിനെ ഒന്ന് വന്ന് കംപ്ലയിൻ്റ് എന്താണെന്ന് ചെക്ക് ചെയ്യണം. ഞാൻ പോയപ്പം വേറെ ഏതൊരു ടീം വന്നിട്ട് അവിടെ അവർക്ക് ചെറിയ പ്രൈസും ചെയ്ത് കൊടുത്തു, ആ പാർട്സ് ചെറിയ പൈസക്ക് മാറ്റി കൊടുത്തു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ വേറെ കൊണ്ട് ആളെ കൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് ചെറിയ പൈസക്ക് ബിം പറഞ്ഞാലും ചെറിയ പൈസയിൽ സാധനം കിട്ടി, അതുകൊണ്ട് ഞങ്ങൾ വേറെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ചെയ്യിപ്പിച്ചിട്ട് ഇപ്പം അത് കംപ്ലൈൻ്റ് ആയില്ലേ? ഞാൻ അങ്ങനെ അവരുടെ അടുത്തൊരു കോമഡി പോലെ ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു, അപ്പം അവർ സംഭവം അവർക്ക് മനസ്സിലായി എന്താണ് ഞാൻ പറഞ്ഞ പ്രൈസ് എന്താ ഇങ്ങനെ ഇട്ടേന്ന് സംഭവം അവർക്ക് മനസ്സിലായി. അപ്പം പിന്നെ അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായപ്പോൾ അവർ പറഞ്ഞു, വിപിൻ നാളെ വന്ന് ചെയ്തോ. എനിക്ക് രാത്രി ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആ പാർട്സ് കിട്ടൂല, ഞാൻ പോയിട്ട് ഷോപ്പിൽ പോയി എടുക്കണം. അങ്ങനെ ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ റെസ്റ്റോറൻറ്റ്സിൻ്റെ അവരുടെ അടുത്തെല്ലാം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ നോക്കുക. ഇപ്പം നിങ്ങൾ ചെയ്യുന്നവർ നിങ്ങളുടെ അടുത്തൊരു പ്രൈസ് പറയുമ്പോൾ, ഇപ്പം ആ ഒരു പാർട്സിന് ആ പ്രൈസ് പറയുന്നുണ്ടെങ്കിൽ അത് ആ കുറച്ച് ക്വാളിറ്റി കൂടിയ സാധനത്തിൻ്റെ പ്രൈസ് തന്നെയായിരിക്കും പറയുന്നത്. അപ്പം നമ്മളത് മാക്സിമം അത് ഇടാൻ വേണ്ടി നോക്കുക. പിന്നെ നമുക്ക് കുറച്ചേരം കുറച്ച് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ സർവീസ് ചാർജിലായിരിക്കും, അല്ലാണ്ട് പാർട്സിൽ കോംപ്രമൈസ് ചെയ്യുമ്പോൾ പാർട്സിൻ്റെ ക്വാളിറ്റിയും കുറയും. പിന്നെ നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന നമ്മളെ സർവീസ് ചാർജിലാണ്. ഇപ്പം എൻ്റെ കസ്റ്റമേഴ്സിന് അറിയാം, ഇപ്പം ഞാൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ അതിൽ കുറച്ച് കൊടുക്കുന്ന എൻ്റെ സർവീസ് ചാർജിലാണ് അവർക്ക്. പിന്നെ പാർട്സിന് ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല, എൻ്റെ കസ്റ്റമേഴ്സിന് അറിയാം, അവരതിൽ ഹാപ്പിയാണ്. കസ്റ്റമേഴ്സ് പറയും നിൻ്റെ പ്രൈസ് കൂടുതലാണ് അവർ പറയും, പക്ഷേ അവർക്ക് നമ്മളെ വർക്കിനോടുള്ള വിശ്വാസം കാരണം അവർ ഹാപ്പിയാണ്. ഇപ്പം എനിക്ക് എൻ്റെതായ വരുമാനം കിട്ടുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. അപ്പം നമ്മളെപ്പോഴും ഒരു സാധനം കുറച്ച് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും ചെയ്യുക. ഒരു സാധനത്തിൻ്റെ പ്രൈസ് ഇന്നത് ഇത്ര വരും, കുറഞ്ഞ ഇനി അവർക്ക് ചൈനേൻ്റെ വേണോ, ഇനി അവർക്ക് ചെറിയ പൈസേൻ്റെ സാധനം വേണോ, എന്നാൽ അത് അവർക്ക് അത് ഓക്കെ ആണെങ്കിൽ നമ്മളത് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. പക്ഷെ ഞാൻ അത് ഇട്ട് കൊടുക്കാറില്ല, കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഞാൻ നിൽക്കാറില്ല. കാരണം നമ്മൾ തന്നെ പിന്നെ അതിൻ്റെ ബാക്കിൽ ഓടേണ്ടി വരും, അതുകൊണ്ട് ഞാൻ നിൽക്കാറില്ല.